ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് മാർക്കറ്റ് അനാലിസിസ് നോക്കുന്നതോടൊപ്പം തന്നെ എന്താണ് ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ കറൻ്റ്ലി മാർക്കറ്റ് ഇപ്പോഴും ന്യൂസ് ബേസ്ഡ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമോസ് സ്ട്രൈറ്റിൻ്റെ അതുപോലെ തന്നെ വാറിൻ്റെ സിറ്റുവേഷൻസ് രണ്ട് സൈഡിലോട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഫണ്ടമെൻ്റലി കിട്ടാത്തതുകൊണ്ട് അല്ലെങ്കിൽ സെൻറ്റിമെൻ്റലി കിട്ടാത്തതുകൊണ്ട് നമ്മൾ പ്യോർലി ടെക്നിക്കൽ മാത്രം ഫോക്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ്, മാർക്കറ്റ് ഈ ഒരു അപ്സൈഡ് ഏരിയ എന്നാണ് താഴേക്ക് വരുന്നത്. ഓക്കെ, ഡൗണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് വന്നാലാണ് ഏറ്റവും നല്ല ഒരു ബൈയിങ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. നമ്മളുടെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 80 മുതൽ 70 വരെയുള്ള റീജിയനാണ് ബൈയിങ് സപ്പോർട്ട് ചെയ്യുന്ന ഏരിയ. അതുപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി 50 to 48 ആണ് സെല്ലിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏരിയ. വേറെ നല്ല സെല്ലിങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. 89 to 4589 to 4604 റീജിയനിൽ തന്നെയാണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലത്തേക്ക് മാർക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്ന ടെൻഡൻസി വളരെ കുറവാണ്. ഇനി ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റിലേക്ക് നമുക്ക് വരാം. ഇതിന് മുന്നേ ചെയ്ത വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ മാർക്കറ്റ് ഇവിടെയാണ് നിർണ്ണയിച്ചത് നമ്മൾ ട്രേഡ് പറയുമ്പോൾ. അപ്പോൾ അതങ്ങനെ തന്നെ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ ടാപ്പ് ചെയ്തിട്ടാണ് താഴേക്ക് 25 വരെ വന്നേക്കുന്നത്. ഡബിൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീജിയൻ്റെ അകത്തേക്ക് വന്നതിന് ശേഷം താഴേക്ക് വരാനുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഫസ്റ്റ് പറയാം. ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ വോളിയം കൂടുതൽ നടന്നേക്കുന്നത് ഇത്ര ഏരിയ എന്നാണ് 70% വോളിയം നടന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോയാലും 38 ഏറ്റവും നല്ല ലെവൽ, 36 38 ആയിട്ട് രണ്ട് സെല്ലിംഗ് ആണ് പ്ലാൻ ചെയ്തത്. സ്റ്റോപ്പ് ലോസ് കൺസർവേറ്റീവ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെക്കാം. ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ 44ന് മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. അല്ല, കുറച്ചും കൂടി വലിയ സ്റ്റോപ്പ് ലോസ് വെച്ച് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് ഈക്വൽ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് താഴേക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ അപ്രോച്ച് കൂടുതലും സെല്ലിംഗ് സൈഡിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തിങ് നോക്കാവുന്നത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഏരിയ നോക്കാം, അതിനുശേഷം ഈ ഒരു ഏരിയ. ഓക്കെ, ഇത് ടേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. പെട്ടെന്നുള്ളൊരു സെല്ലിംഗ് ഒന്നും പ്ലാൻ ചെയ്യേണ്ട. നമുക്ക് പിന്നുള്ളത് 89 വരെയുള്ള സ്പേസ് ആണ്. അപ്പോൾ ഈ ഒരു രണ്ട് റീജിയനിൽ നമ്മൾ ലോസ് ഇൻകർ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിൽ കുറച്ച് നേരം ഒന്ന് മാറിയിരിക്കുക. കാരണം അപ്സൈഡ് ക്രിയേഷൻ ആണെങ്കിൽ പോലും പ്രോപ്പർ അത് ആ ടൈം ആകുമ്പോൾ ഞാൻ പറയാം. കാരണം മാർക്കറ്റിൽ ഇപ്പോഴത്തെ ഔട്ട്ലുക്കിൽ നമുക്ക് അപ്സൈഡ് ഇല്ല. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും അപ്ഡേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ, അപ്സൈഡിലോട്ടുള്ള ഒരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ, കാരണം അപ്സൈഡിൽ ഓരോ ചെറിയ ചെറിയ പോയിന്റിലും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സെല്ലിങ് തന്നെയാണ് നമ്മൾ വീണ്ടും അവിടെ നിന്ന് പ്ലാൻ ചെയ്യാൻ പോകുന്നതെങ്കിലും ചെറിയൊരു അപ്സൈഡ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഈ ഒരു സ്പേസിൽ നിന്നാണ് 4538 36ഉം 38ൻ്റെയും റേഞ്ചിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ സെല്ലിംഗ് പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു ലെവല് സെല്ലേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് വാല്യൂ ഏരിയ റീജിയനിലേക്ക് വരാനുള്ള സാധ്യത, ഇതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ. വീണ്ടും തിരിച്ച് ഇവിടെ വരെ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ മാക്സിമം നമ്മൾ നോക്കാൻ പോകുന്നത് 24 വരെയുള്ള റേഞ്ച് ആയിരിക്കും ടാർഗറ്റ് ആയിട്ട്. കാരണം ഈ ഒരു സ്പേസിൻ്റെ അകത്തോട്ട് വീണ്ടും കയറിയാൽ ബൗൺസ് ചെയ്യാനുള്ള സാധ്യത വീണ്ടും ഉണ്ട്. ഇൻട്രാഡേ പേർപ്പസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു രണ്ട് സ്പേസ് സെല്ലിങ്ങിന് വേണ്ടി, അത് US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ വരെയുള്ള റീജിയനാണിത്. US മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് മാർക്കറ്റിൽ കുറച്ചും കൂടി വോളറ്റാലിറ്റി ഉണ്ടാവും. അത് കഴിയുമ്പോൾ നമുക്ക് രണ്ടാമതൊരു സ്പേസ് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇങ്ങനത്തെ കുറച്ച് സ്പേസുകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്